ഞാൻ ഡോക്ടർ ജിബിയ ജോയ്, വൈദ്യമന്ദിരം ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ്റ് ആണ്. എൻ്റെ ഒ പിയിൽ വന്ന 1-2 കേസുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. 6 മാസം പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ലേഡി, ആളുടെ 3ാമത്തെ പ്രഗ്നൻസിയാണ്. ആദ്യത്തെ 2 കുട്ടികളും ഹാപ്പി ആയിട്ടിരിക്കണം. പ്രസവരക്ഷാ മരുന്നുകളെക്കുറിച്ചും അതുപോലെ അവരുടെ ചികിത്സാ രീതികളെക്കുറിച്ചും അറിയാനാണ് എൻ്റെ ഒ പിയിലേക്ക് വന്നത്. ആദ്യത്തെ 2 കുട്ടികളുടെയും ഡെലിവറി കഴിഞ്ഞിട്ടുള്ള പ്രസവരക്ഷ എന്ന് പറയുന്നത് ആൾക്കതൊരു ശിക്ഷ പോലെയാണ് തോന്നിയത്. കാരണം വീട്ടുകാർ അത് കഴിക്കരുത്, ഇങ്ങനെ ചെയ്യണം, ഇത് ചെയ്യരുത്, അതുപോലെ 2 പാത്രം ചോറുണ്ണണം, ഉണ്ണീനെ ഇങ്ങനെ എടുക്കണം, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആൾക്കതൊരു ശിക്ഷ പോലെയാണ് അനുഭവിക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിഷനായിട്ട് ഡോക്ടറെ കുട്ടീനെയും അമ്മേനെയും നോക്കാൻ പറ്റുമോ, പ്രസവരക്ഷാ മരുന്നുകളും ചികിത്സാ രീതികളും അഡ്മിഷനായിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് ആ പേഷ്യൻ്റ് എന്നോട് ഒ പിയിൽ വന്ന് ചോദിച്ചത്. ഇതുപോലെ 2ാമത്തെ ഒരു കേസ്, പ്രസവം കഴിഞ്ഞ ലേഡിയുടെ അമ്മയാണ് ഒ പിയിലേക്ക് വന്നത്. ഡോക്ടറെ എനിക്ക് ധന്വന്തരം കഷായം, അതുപോലെ ധന്വന്തരം ടാബ്ലറ്റ്, മർമ്മ കഷായം, ഇങ്ങനെ കുറച്ച് മരുന്നുകൾ എനിക്ക് എഴുതി തരുമോ എന്ന് ചോദിച്ചിട്ട് അവർ ഒ പിയിലേക്ക് വന്നത്. അപ്പോൾ അവരോട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് അവർ പറയണത്, മോളുടെ കണ്ടീഷനുകൾ ചോദിച്ചറിഞ്ഞു. അവർക്ക് പ്രഗ്നൻസി ടൈം തൊട്ട് ചുമയുണ്ടായിരുന്നു. ഇപ്പോൾ സ്റ്റിൽ ഡെലിവറി കഴിഞ്ഞു, ഇപ്പോഴും ആ ചുമ കണ്ടിന്യൂ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഞാൻ ഒ പിയിൽ വന്നപ്പോൾ എഴുതി കൊടുത്ത മരുന്നുകളിൽ, പ്രസവരക്ഷാ മരുന്നുകളിൽ ദശമൂല കഷായം തുടങ്ങി ചവനപ്രാശം വരെ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടി വന്നു. ഇതുപോലെ ഇന്നത്തെ കാലത്ത് ആഫ്റ്റർ കോവിഡിന് ശേഷം വന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം, ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ, രോഗപ്രതിരോധ ശേഷി, രോഗാവസ്ഥ, ഓരോരുത്തരുടെയും ജോലി, അതുപോലെ ദേഹപ്രകൃതി, ഇതൊക്കെ കണക്കിലെടുത്ത് വേണം പ്രസവരക്ഷാ മരുന്നുകളും പ്രസവരക്ഷാ ചികിത്സാ രീതികളും തിരഞ്ഞെടുക്കാനായിട്ട്. ഇന്നത്തെ കാലത്ത് പ്രസവരക്ഷയുടെ ആവശ്യകത കണക്കിലെടുത്താണ് വൈദ്യമന്ദിരം ഹോസ്പിറ്റൽ കൺമണി എന്ന പ്രോഗ്രാം തുടങ്ങിയിരിക്കുന്നത്. പ്രസവരക്ഷാ മരുന്നില് കഷായത്തിൽ വരുന്ന അരുചി, അതുപോലെ പ്രിസർവേറ്റീവ്സിന്റെ ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ ഒഴിവാക്കി സൂക്ഷ്മ ചൂർണ രൂപേണയാണ് നമ്മൾ കഷായങ്ങള് വൈദ്യമന്ദിരത്തിൽ പ്രസവരക്ഷയ്ക്കായി കൊടുക്കുന്നത്. ഇതുപോലെ ഗർഭാനന്തര കാലത്തെ മരുന്നുകളെക്കുറിച്ചും ചികിത്സകളെക്കുറിച്ചും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വൈദ്യമന്ദിരം ഹോസ്പിറ്റലുമായി ബന്ധപ്പെടുക.